ആരാധനാ സ്വഭാവം, ആരാധനാ സമ്പ്രദായം. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് പോയി നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോകും. അത് ലഭിച്ചാൽ വീണ്ടും നമ്മൾ അവിടെ പോകുന്നു. അതല്ലെങ്കിൽ നമുക്ക് അതിനോട് ഒരു വെറുപ്പുണ്ടാവും. നമ്മൾ വേറെ സ്ഥലത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചാണ് അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നത്. അതാണ് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ആനുകൂല്യങ്ങൾ പറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമായിട്ടാണ് അവർ ദൈവത്തെ. അല്ല, അത് വേണ്ടെന്നല്ല. അതുപോലെ ഒരാളോട് ഗുരു ഒരിക്കൽ പറഞ്ഞു, ഈ ഈശ്വരവിശ്വാസം ഇല്ല എന്ന് വെച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞു. ദൈവവിശ്വാസം ഇല്ല എന്ന് വെച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല, പക്ഷെ അതിന്റെ ഗുണം കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എന്താണ് ദോഷമില്ല, പക്ഷെ വിശ്വസിക്കുന്നതിന്റെ ഗുണം കിട്ടത്തില്ല. അപ്പം ഗുണത്തിന്റെ അളവ് നമ്മൾ അങ്ങനെ അറിയും. അപ്പൊ വിശ്വാസത്തിനെ ബേസ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മുടെ ആവശ്യങ്ങൾ നേടിത്തരണം അല്ലെങ്കിൽ നേടിയെടുക്കണം എന്നുള്ളത് ഒരു കുറവൊന്നുമല്ല. അത് നമുക്ക് നേടിയെടുക്കുക തന്നെ വേണം. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിന് ഉതകുന്നതാണോ ഇല്ലെന്ന് നമ്മളെങ്ങനെ അറിയും? ഇപ്പം നമ്മൾ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ അമ്പലത്തിലോ പോയി എവിടെയെങ്കിലും നിന്ന് നമ്മൾ എനിക്കൊരു കാറ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരാൾ വിചാരിക്കുന്നു. അപ്പം ഈ കാർ അയാൾക്ക് കിട്ടിയെന്ന് ഇരിക്കട്ടെ. ഈ കാറിനകത്തൊരു അപകടം ഇരിക്കുകയും ഇയാൾ ആശുപത്രിയിലായി പോവുകയും ചെയ്യുമ്പോൾ ഇയാൾക്ക് വേദന ഉണ്ടാവത്തില്ലേ? അപ്പൊ ഈ കാറ് ഇയാൾക്ക് അപകടം ഉണ്ടാകുന്നതാണ്, ഇതിപ്പോ വേണ്ട, അപകടസന്ധി കഴിയട്ടെ എന്ന് പറഞ്ഞു തരാൻ ഒരു ഗുരു ഉണ്ടെങ്കിൽ, അപ്പൊ അത് പോകുന്ന ഒരു ആത്മജ്ഞാനിയെ കിട്ടുന്ന ഒരു വ്യക്തിയും സ്വന്തം ആഗ്രഹങ്ങളെ അതായത് അളവില്ലാതെ പ്രാർത്ഥിച്ച് നേടാനുള്ള ഒരു വ്യഗ്രതയുള്ള ആളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ല. അതായത് നമുക്ക് വേണ്ടത് മാത്രം നമുക്ക് തരുന്ന ഒരു ഗുരു, നമുക്ക് വേണ്ടാത്തതിനെ നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കുന്ന ഒരു ഗുരു, അതായത് നമ്മളിൽ തന്നെ നമുക്കൊരു കൺട്രോൾ ഉണ്ടാക്കുന്ന ഗുരു. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എപ്പോഴും സാധിക്കണമെന്നൊന്നുമില്ല. ചില ആഗ്രഹങ്ങൾ നമുക്ക് ദോഷം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പൊ അത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള അറിവുള്ള ഒരു ഗൈഡ് ലൈൻ ആണത്. ഗൈഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ നമ്മളെ ഈ എന്താ പറയുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു കാര്യമല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രത്തിനപ്പുറമാണ്. അത് ആത്മജ്ഞാനത്തിന്റെ വഴിയാണ്. ഈ ആത്മജ്ഞാനത്തിന്റെ വഴി ഒരു ഗുരുവിൽ നിന്ന് നമ്മൾ അനുഭവിച്ചാണ് അറിയേണ്ടത്, അല്ലാതെ നമ്മൾ പുസ്തകം വായിച്ചാൽ അറിയത്തില്ല. അത് ഗുരുവുമായിട്ട് പറഞ്ഞു തരാൻ ഒരാൾ അത് നമ്മുടെ വഴിയെ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യാണ് യഥാർത്ഥത്തിൽ ഗുരുവിന്. കാരണം അങ്ങനെ സറണ്ടർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഗുരുവും ശിഷ്യനും തമ്മിൽ അടുക്കും. അത് വ്യക്തിപരമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഗുരുവുമായിട്ട് ഞാൻ എങ്ങനെ അടുക്കുന്നു എന്നുള്ളത് മറ്റൊരാൾക്കോ, ഇപ്പൊ അരുണിന് അതുപോലെ അടുക്കണമെന്നില്ല. എങ്ങനെ അരുൺ അതുപോലെ ഗുരുവിനോട് അടുക്കുന്നത് വരെ വ്യക്തിപരമാണത്. എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല മറ്റൊരാളോട്. അത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള എക്സ്പ്ലെയിൻ. അതായത് ഒ.വി. വിജയൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഗുരുവുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, തർജ്ജമയില്ലാത്ത അനുഭവമാണ് ഗുരു എന്നാണ്. അതൊരു പക്ഷേ പറഞ്ഞോ എഴുതിയോ നമുക്ക് മറ്റൊരാളെ അറിയിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു തലമുണ്ട്. ആ തലത്തിലാണ് നമ്മൾ സ്വയം കറക്റ്റഡ് ആവുന്നത്. അതായത് നമുക്ക് സ്വയം കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ അനുഭവത്തിലൂടെ മാത്രമാണ്. അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ മാത്രമാണ് ഒരു മനുഷ്യൻ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു ദിവസം കൊണ്ട് ഇപ്പം ഞാനോ അല്ലെങ്കിൽ എന്നെ പോലുള്ള ശിഷ്യന്മാരോ ഉദാത്തന്മാരായ അല്ലെങ്കിൽ വലിയ വ്യക്തിത്വമായി മാറി എന്നതിന് അർത്ഥമില്ല. കാലങ്ങളായിട്ട് നമ്മളിലുള്ള കുറവുകളെ പതുക്കെയാണ് ഗുരു മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം എൻ്റെ മോശം ആയിട്ടുള്ള എൻ്റെ ദോഷവശത്തിൽ ഒരു ചെറിയൊരു അംശം പോയിരിക്കാം, ബാക്കി എനിക്ക് ഉണ്ടാവും. അപ്പം ഞാൻ ആശ്രമത്തിൽ പോയത് കൊണ്ട് ഞാൻ പൂർണ്ണനായും അങ്ങ് പരിശുദ്ധനായി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, മറ്റുള്ളവർക്കും പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചൊക്കെ മാറി, അല്ലെ കുറച്ചൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടായി എന്ന് മാത്രമേ നോക്കാം. അങ്ങനെ മാറ്റിയെടുക്കുന്ന ഒരു വഴിയാണ് ഗുരുവിൻ്റെത്. അത് ജീവിതം കൊണ്ടാണ് മാറ്റേണ്ടത്. അതുപോലെ വ്യക്തിയെ മാറ്റുന്ന അതായത് നമുക്കൊരു എക്സസൈസ് ഉണ്ടാവും അതിനകത്ത്. ആ എക്സസൈസ് ചിലപ്പോൾ ഒരു പക്ഷേ പെയിൻഫുൾ ആയിരിക്കും. നമ്മൾ തന്നെ ആഗ്രഹിച്ച് ഉറപ്പിച്ച ഒരു കാര്യത്തിന് ഒരു സുപ്രഭാതത്തിലായിരിക്കും ഗുരു പറയുന്നത് വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പിന്നെ നമ്മൾ അയ്യോ അത് പിന്നെ ആവട്ടെ, അടുത്ത പ്രാവശ്യം മാറ്റാം എന്ന് പറയുന്ന ഒരു രീതിയല്ല. അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അതാണ്. അപ്പം അത്തരത്തിലുള്ളൊരു ആത്മബന്ധം ഗുരുവിൽ നിന്നൂടെ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം. ചെറുപ്പം മലയാള സിനിമ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ശരിക്കും മലയാള സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള സിനിമ നമ്മൾ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മലയാള സിനിമ നമുക്ക് കാണാൻ കിട്ടുന്നില്ല. അപ്പം നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഒരു പക്ഷേ കുറേ കാലങ്ങളായി നമ്മൾ തമിഴിൻ്റെയും തെലുങ്കിൻ്റെയും ഒക്കെ കൾച്ചറിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള സിനിമകളാണ് കാണുന്നത്. മലയാളിക്ക് മലയാളിയുടെ ഗന്ധമുള്ള അല്ലെങ്കിൽ മലയാളിയുടെ മണമുള്ള അല്ലെങ്കിൽ മലയാളി
കഥാകൃത്തുക്കൾ എഴുതിയിരുന്ന കഥകളോ അതുപോലെ ആ ഒരു ടച്ചുമായി ബന്ധമില്ലാത്ത കുറേ സിനിമകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല സംഭവങ്ങളും മറ്റു തമിഴിലോ തെലുങ്കിലോ ഹിറ്റായിട്ടുള്ള ചിത്രങ്ങളുടെ കോപ്പിയാണ്. ഒരുപക്ഷെ കഥ തന്നെ ഇല്ല. കാര്യം കുറേ കോപ്പി ആവുന്ന കുറേ വിഷ്വൽസ് വെച്ചിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സിനിമകളാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കത്തില്ലേ മലയാള സിനിമയെ ഒരുപക്ഷെ പ്രേക്ഷകരിൽ നിന്ന് ഇത്രത്തോളം അകറ്റിക്കൊണ്ടുപോയതിൻ്റെ ഒരു കാരണം? അല്ല, വ്യക്തിപരമായിട്ട് എനിക്ക് അതിന് വേറൊരു ആൻസറാണ് ഉള്ളത്. അത് വ്യക്തിപരമാണ്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ സിനിമയിൽ മാത്രമാണോ ഈ മലയാളിത്തം നഷ്ടപ്പെട്ടത്? അല്ല, നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് സമൂഹത്തിൻ്റെ അപജയം സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വാസന, നമുക്ക് ഇഷ്ടങ്ങൾ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മാറിപ്പോയി. നമ്മുടെ ഫുഡിൻ്റെ രീതി മാറിപ്പോയി, നമ്മുടെ വേഷത്തിൻ്റെ മാറിപ്പോയി, നമ്മുടെ ഭാഷയുടെ മാറിപ്പോയി. ചാനലുകളിലൂടെ വരുന്ന നമ്മുടെ ഭാഷ മലയാള ഭാഷയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനെതിരെ ആരെങ്കിലും ഇപ്പം ഒരു അവതാരകയോ അവതാരകനോ വന്നു നിന്നിട്ട് അവർക്ക് അവരുടെ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചിട്ട് എപ്പോഴെങ്കിലും വീട്ടിൽ വെക്കേഷന് വന്നപ്പോൾ അപ്പനും അമ്മൂമ്മയും പറഞ്ഞ മലയാളം അവരോട് കൊഞ്ചി പറഞ്ഞ അല്ലെങ്കിൽ തെറ്റിപ്പറഞ്ഞ ആ ഭാഷ തന്നെ വളരെ ധൈര്യമായിട്ട് മലയാളത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലയാളികളുടെ വീടുകളിലേക്ക് ഇങ്ങനെ പറഞ്ഞ് ആ ഭാഷ പറയുന്നൊരു തെറ്റില്ല, അങ്ങനെ തന്നെ പറയാം എന്ന് മലിനീകരിച്ചിരിക്കുന്ന. കാരണം അതിനൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അതിന് അവർ ക്വാളിഫൈഡ് ആണോ, മലയാള ഭാഷ സംസാരിക്കാൻ അറിയുന്നവരാണോ, അല്ലെങ്കിൽ തെറ്റായ പദങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ ഉച്ചരിക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത അവതാരകരെ ഇങ്ങനെ ഇറക്കി വിടുമ്പോൾ അത് കേട്ട് അതുപോലെ സമാനമായിട്ടുള്ള അതാണ് മലയാളം എന്ന് തെറ്റിദ്ധരിച്ച് അതിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, അവർക്കൊക്കെ അവരിൽ നിന്നൊക്കെ മലയാളം അന്യമായി പോയി. നമ്മുടെ സംസ്കാരം അന്യമാവുന്നു, അവരുടെ ടേസ്റ്റുകൾ അന്യമാവുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ അവർ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയെന്ന് പറയുന്നതൊക്കെ നമ്മൾ ഒരിക്കൽ മലയാളം നല്ല സിനിമയെന്ന് പറഞ്ഞിരുന്ന ആ സിനിമയൊന്നും അല്ല. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു സിനിമ ഉണ്ടാക്കി വിടുമ്പോൾ നാച്ചുറലി അത് അവർ റിജക്റ്റ് ചെയ്യും. അത് പഴയ ആളുകളുടെ പരാജയമാണ്. അവർ ആഗ്രഹിക്കുന്ന മലയാളം മാറി എന്നുള്ളതാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അല്ല സിനിമയിൽ മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൽ തന്നെ അത് മാറിപ്പോയി. മറ്റൊരു കാരണമായിട്ട് തോന്നിയിട്ടുള്ള ഒരുപക്ഷെ നല്ല എഴുത്തുകാരുടെ ഒരു അഭാവം എല്ലാത്തിലും. ഈ എഴുത്തുകാരാണെങ്കിലും ആരാണ് ഈ ഭാഷയെ നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? നമ്മുടെ സംസ്കാരത്തിനെ നിലനിർത്താൻ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരത് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ലാത്തടത്ത് നമുക്ക് എന്ത് പറയാനാണ്? ഒരു സമൂലമായ ഒരു മാറ്റം അല്ലെങ്കിൽ അതിങ്ങനെ എന്താ പറയുന്ന ഒരു മറിയൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൻ്റെ ഭാഗമാകാനേ പറ്റും. ഒരാൾക്ക് തിരിഞ്ഞു നിന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല അതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്. പിന്നെ ഒരു പരിധിവരെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രേക്ഷകന്റെ ഒരു രുചി മാറിയത്. അതന്നെ ഞാനിപ്പോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ ടേസ്റ്റ് മാറിയെന്ന് പറഞ്ഞാൽ അതാണ്. ഈ സംസ്കാരം മാറുമ്പോൾ ടേസ്റ്റ് മാറിയില്ലേ? അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് കാര്യം വെച്ച് കഴിഞ്ഞാൽ പഴയ പ്രേക്ഷകരില്ല, ഇപ്പം പുതിയ പ്രേക്ഷകർ വന്നു. ഇപ്പോൾ കൂടുതലും ഇപ്പോൾ സിനിമ കാണാൻ പോകുന്നത് കൂടുതലും ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള സിനിമകളാണ്. പണ്ടത്തെ കൂട്ട് ഇപ്പം ഫാമിലി സ്റ്റോറി പറയുന്ന സിനിമകളൊന്നും ഇപ്പോൾ വലുതായിട്ട് ഇറങ്ങുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ അതുപോലെ തന്നെ നമ്മുടെ പാട്ടിൻ്റെ നിലവാരവും അതുപോലെയൊക്കെ ഒരുപാട് മാറിപ്പോയി. ഒരുപക്ഷെ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നു സാറിൻ്റെ പാട്ടിൻ്റെ പാലാടി എന്ന് പറഞ്ഞത്. അതായത് ഒരു സംഗീതത്തിന് അത്രത്തോളം കുറേയേറെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരുപക്ഷെ നല്ല കുറച്ച് ഗാനങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. ഈ പാട്ടിൻ്റെ പാലാഴി എങ്ങനെയായിരുന്നു? പാട്ടിൻ്റെ പാലാഴി ഞാൻ ഈ പറഞ്ഞ കാര്യം റിയലൈസ് ചെയ്തൊരു സിനിമയാണ്. കാരണം നമ്മൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ കൊമേഴ്ഷ്യലി ഒരു സിനിമ ഹിറ്റാവണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു സിനിമയായിരിക്കണം. ഇനിഷ്യൽ എന്ന് പറയും, ഇനിഷ്യൽ പുള്ള് വേണം. അപ്പോൾ ഇനിഷ്യൽ പുള്ളില്ലാത്ത സിനിമകളെന്ന് പറയുമ്പോഴത്തേക്ക് തിയേറ്ററുകാർ പോലും അത് എൻ്റർടൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ ആൾ കുറവാണെന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ സിനിമ നല്ലതാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യും തിയേറ്ററുകാർ. കാരണം അപ്പോൾ ഓഡിയൻസ് വരും. അപ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരുന്നു പാട്ടിൻ്റെ പാലാഴി എന്ന് പറയും. അപ്പോൾ പാട്ടിൻ്റെ പാലാഴി നല്ലതാണെന്ന് എല്ലാവരും ഇങ്ങനെ കേട്ടറിഞ്ഞിട്ട് നല്ല സിനിമയാണ് കാണണം എന്ന് പറയാം. ഓണത്തിൻ്റെ സമയത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ അത് സ്ത്രീകൾ ഇറങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് തിയേറ്ററിൽ ആൾ കുറച്ച് കുറയുമല്ലോ, ഇനിഷ്യലി അല്ലല്ലോ. അപ്പോൾ തിയേറ്ററുകാർക്ക് അവർക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു ക്ഷമയില്ല. അപ്പോൾ അത് പല തിയേറ്ററുകളിൽ നിന്നും അത് പെട്ടെന്ന് മാറി. പക്ഷേ ആളുകൾക്ക് അതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ഇനി അത് കാണുന്നത് ചാനലിൽ വരുമ്പോഴായിരിക്കും. അപ്പോൾ ചാനലിൽ വരുമ്പം തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ആളുകൾ കാണാനായിട്ട് ഇനിയിപ്പോൾ ചാനലിൽ വന്നാൽ മാത്രമേ സിനിമ കാണാം. അപ്പോഴത്തേക്ക് നിർമ്മാതാവിന് അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം ആര് നികത്താൻ പറ്റും? അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷമമുണ്ട് അതിനകത്ത്, ആ സിനിമകളിൽ.
അത്തരം സിനിമകളിൽ. പക്ഷെ നല്ല സിനിമകൾ ഇത്തരം അതൊരു മനസ്സിന് പലപ്പോഴും ഒരുപക്ഷെ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ വിഷമം തോന്നിയിട്ടുണ്ടാവും. ഇത്തരം നല്ല സിനിമകൾ അതിന്റെ ആ ഒരു പ്രാധാന്യത്തോടുകൂടി സ്വീകരിക്കപ്പെടാതെ പോകുന്ന ഒരു അവസരത്തിൽ അല്ല, അത് അവസരത്തിൽ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള വിഷമം പ്രൊഡ്യൂസറുടെ ഉള്ളൂ. കാരണം നമ്മളെ വിശ്വസിച്ചായിരിക്കുമല്ലോ ഒരു പ്രൊഡ്യൂസർ കാശ് മുടക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനങ്ങളെയാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് ഓടും എന്നുള്ളൊരു വിശ്വാസത്തിലാണല്ലോ നമ്മൾ നല്ല സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സിനിമ വേണ്ടാന്ന് വെക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി അത് ബാധിക്കുന്നത് നിർമ്മാതാവിനെയാണ്. അപ്പോൾ എനിക്ക് ജനങ്ങളോടുള്ള ഒരു വിഷമമല്ല, എൻ്റെ പ്രൊഡ്യൂസറോടുള്ള ഒരു വിഷമമുണ്ട് എനിക്ക്. കാരണം ഇനി എനിക്ക് ഒരാളെ അതുപോലെ കൊണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി ഒരിക്കലും ഒരു നിർമ്മാതാവിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ നിർമ്മാതാവ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെ ഡിസ്കറേജ് ചെയ്യുള്ളൂ. കാരണം സിനിമ മാറിയിരിക്കുന്നു. അത് നമുക്ക് ഏത് തരത്തിലുള്ള സിനിമയാണ് ഇവിടെ ഇനി വേണ്ടതെന്ന് നമുക്കറിയില്ല. അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ലോകം എന്ന് പറയുന്നത് ശില്പത്തിൻ്റെതായിട്ടുള്ള മറ്റൊരു വശമുണ്ട് എനിക്ക്. കാരണം അവിടെ എനിക്ക് ആരുടെയും അതായത് കാശ് കൊണ്ട് ഉള്ള ഒരു എന്താ പറയുന്നത് വലിയൊരു ഗാംബ്ലിംഗ് അല്ലാതെ നമ്മുടെ കലയെ നമുക്ക് സ്വയമായിട്ട് നമുക്കത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എനിക്കുണ്ട്. ഞാൻ അതിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ശരിക്കും സാർ അങ്ങനെ ഒരു മാറ്റത്തിലേക്കാണ് പോകുന്നത്. തീർച്ചയായും ഇവിടെ തന്നെ നമ്മൾ ജഡായുപ്പാറയുടെ മണ്ടയിൽ ചെയ്യുന്ന ശില്പം അതിന്റെ ഒരു വലിയൊരു തുടക്കം തന്നെയായിരിക്കും. അതെ, എനിക്ക് തോന്നുന്നത് ശരിക്കും ഇത്തരം പ്രൊജക്ടുകൾ നമുക്ക് അടുത്തിടയ്ക്കും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. ഇതൊരു വലിയ പ്രൊജക്ട്. എത്ര കോടി രൂപയുടെ? അതെ, കോടി രൂപയുടെ എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ ഈ ചടയമംഗലം പാറയ്ക്ക് എത്ര കോടി രൂപ വില മതിക്കും എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും, പറയാൻ പറ്റത്തില്ല. അത് പ്രകൃതിയുടെ ഭാഗമാണത്. 1000 അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ പാറ എന്ന് പറഞ്ഞ ഇതുവഴി വരുന്ന വലിയ വലിയ ചുഴലി കാറ്റിനെ വരെ തടഞ്ഞു നിർത്തുന്ന അനുഭവങ്ങളുള്ള പാറയാണ്. ഇത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ പാറയ്ക്കൊരു ഐതിഹ്യമുണ്ട്. ജഡായുവിൻ്റെ ചിറകറ്റ് വീണതിൻ്റെ മുകളിലാണെന്ന് പണ്ടേ നമ്മളിങ്ങനെ കേൾക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ ടൂറിസം പ്രോജക്റ്റാക്കി മാറ്റിയത്. അതിൽ എൻ്റെ റോളെന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ ഈ ഭീമാകാരനായിട്ടുള്ള ഒരു ജഡായു ചിറകറ്റ് മലർന്നു വീണ് എഴുന്നേക്കാൻ ശ്രമിക്കുന്ന ഒരു ശില്പമാണ് നമ്മൾ കോൺക്രീറ്റിൽ ചെയ്യുന്നത്. അത് 4 വർഷമായി തുടങ്ങിയിട്ട്. കാരണം അത് ഏഷ്യയിലെ ഏറ്റവും വലിയ ശില്പമാണത്. കാരണം ശില്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലിപ്പം കൊണ്ട് ഏറ്റവും വലുത്. അതുമാത്രമല്ല, ഇതിനുള്ളിൽ നമുക്ക് കയറാം. ഇതിനുള്ളിൽ 5 നിലയാണ്, ബിൽഡിംഗ് ആണ്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അത് 5 നിലയിലുള്ള മ്യൂസിയമാണ്. പുറമേ കണ്ടു കഴിഞ്ഞാൽ ജഡായു മലർന്നു കിടക്കുന്ന ശില്പമാണ്. അതിനെ ഫങ്ഷണൽ സ്കൾപ്ചർ എന്നാണ് നമ്മൾ പറയുന്നത്, ഉപയോഗപ്രദമായ ശില്പം. അപ്പോൾ ഇതിനകത്ത് സിനിമാ തിയേറ്റർ വരെ ഉണ്ട്. ഈ ശില്പത്തിനുള്ളിൽ ജഡായുവിൻ്റെ വെട്ടാത്ത ചിറകിനുള്ളിൽ സിനിമാ തിയേറ്ററാണ്. ഒരു 30-35 പേർക്ക് ഇരിക്കാവുന്ന. അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4D തിയേറ്ററാണ്. ഒരു 4D തിയേറ്ററാണ്. ഇത് 3D ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 4D ഇതുവരെ വന്നിട്ടില്ല ഇവിടെ. അത് നമ്മൾ ഹോളിവുഡിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്ത് വെച്ച് ജഡായുവും പിന്നെ രാവണനും തമ്മിലുണ്ടായ യുദ്ധം. അപ്പോൾ പ്രേക്ഷകരും ആകാശത്ത് നിൽക്കുന്ന പോലെ തോന്നും. എന്നിട്ട് നമുക്ക് കാറ്റ് വരും. നമ്മൾ ഈ പക്ഷി ഇങ്ങനെ പറന്ന് ചരിഞ്ഞ് പറക്കുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ ചരിയും. അങ്ങനെയുള്ള ഒരു 4D എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 10 മിനിറ്റുള്ള ഈ ഫൈറ്റ് നമ്മൾ ഒരു പ്രൊജക്ഷനായിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ എന്താ പറയുന്നത് ഈ തിയേറ്ററുകളിൽ നമ്മളൊരു സിനിമ ഒരു ചെറിയ സിനിമയാണെങ്കിലും ചെയ്തിട്ട് തിയേറ്റർ അന്വേഷിച്ച് നടക്കേണ്ടുന്ന ഒരു അവസ്ഥയിൽ നിന്നത് എനിക്കൊരു മാറ്റമായിരിക്കും. കാരണം ഇതിന്ന് പിന്നെ ഇത് ഹോൾഡ് ഓവർ ആവുന്ന പ്രശ്നമില്ലല്ലോ. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിലയിലേക്ക് വരുന്ന ഒരു കൊച്ചു തിയേറ്റർ ഉണ്ട് അതിനകത്ത്. പിന്നെ ഇതിൻ്റെ കണ്ണിനകത്ത് പ്ലാനറ്റോറിയമാണ്. ജഡായുവിൻ്റെ കണ്ണിനകത്ത് ടെലിസ്കോപ്പ് വെച്ചിട്ട് രാത്രിയിലും പകലുമൊക്കെ വിദൂരമായിട്ടുള്ള കാഴ്ചകളും കാണാൻ പറ്റുന്ന രണ്ട് കണ്ണിലൂടെയും ലെൻസ് പിന്നെ ടെലിസ്കോപ്പ് സ്ഥാപിക്കുന്നുണ്ട്. അതൊക്കെ ടൂറിസ്റ്റുകൾക്ക് കാണാവുന്ന അനുഭവിക്കാവുന്ന ഒരു മേജർ പ്രോജക്റ്റാണ് ജഡയമംഗലം ജഡായു പ്രോജക്റ്റ്. ഇത് എന്നത്തേന് പൂർത്തിയാകുന്നതാണ്? 1 വർഷത്തിനുള്ളിൽ നമ്മൾ ജഡായു ശില്പം പൂർത്തിയാവും. വീണ്ടും 1 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിന് ചുറ്റുമുള്ള മറ്റ് റോപ്പ് വേ വരുന്നുണ്ട്. നടന്നു കയറാൻ പറ്റാത്തവർക്ക് കയറാൻ പറ്റുന്ന വലിയ പിന്നെ എന്താ പറയുക സ്വിറ്റ്സർലൻഡിൽ ഉള്ള പോലെയുള്ള വലിയ അത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ അതില്ല. അങ്ങനെ റോപ്പ് വേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും പിന്നെ സോളാർ എനർജിയൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വലിയൊരു പ്രോജക്റ്റാണത്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ
ഒരു സിനിമ ചെയ്യുന്നതിനേക്കാൾ നൂറ്റാണ്ടുകളോളം ഇത് ഇങ്ങനെ ഒരു സിനിമ വന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അത് വിസ്മരിക്കപ്പെടും. പക്ഷെ ഇത് 1000 സിനിമയ്ക്ക് തുല്യമാണ് ഒരു ശില്പം കാലങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് അതിലാണ് ഇപ്പം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തുടർന്നും അങ്ങനെ തന്നെ മുൻപോട്ട് പോകാനാണോ സാർ? അപ്പം എന്തായാലും